ഈ സിഗരറ്റ് എന്ന് പറഞ്ഞാൽ 555 വേറെ എന്താണെങ്കിലും അതിന്റെ ഒരു സുഖം വരില്ല. നീ എന്ന് മുതലടെ ഈ 555 ഒക്കെ കാണാൻ തുടങ്ങിയത്? പണ്ട് ആരോ വലിച്ചെറിഞ്ഞ നല്ല സ്റ്റാൻഡേർഡ് ബീഡിക്കുറ്റി ആരും കാണാതെ തെരഞ്ഞു പെറുക്കിയെടുത്ത് പൊടി തട്ടി നീ ഞാനൊക്കെ ഷെയർ ആയിട്ട് വലിച്ച ആ പഴയ കാലം നീ പാടെ മറന്നൂല്ലേ? നീ ഇപ്പോഴും അത് ഓർത്തോണ്ടിരിക്കുന്നുണ്ടാ എപ്പോഴും മുറിബീടി വലിച്ച് നടക്കുന്നത്. എടാ, കാശുണ്ടായാൽ അതുപോലെ ജീവിക്കാൻ പഠിക്കണം. മണി മേക്കിംഗ് ഇസ് ആൻ ആർട്ട്. എനിക്കിതിന്റെ ഈ മണി ഫിലോസഫി ഒന്നും മനസ്സിലാവില്ല. ഇനിയിപ്പോ മനസ്സിലാവേ വേണ്ട. പെണ്ണും പെടക്കൊഴിയൊന്നും ഇല്ലാത്തവനല്ലേ ഞാൻ. നിന്റെ നിഴലായിട്ട് ഇങ്ങനെ കഞ്ഞി കുടിച്ച് കഴിഞ്ഞോളാം. വിൻസെന്റിനെ എടാപോടാന്ന് വിളിക്കാൻ അധികാരമുള്ള ഒറ്റയാളെ ഈ ഭൂമിയിലുള്ളൂ. ആ നീയാണോ എന്റെ നിഴല്? അത്രയ്ക്ക് വിനയം വേണ്ട. നീ ഇങ്ങനെ ഓരോന്ന് എന്റെ തലയിൽ കെട്ടി വെക്കുന്നോണ്ട് എന്റെ ഉറക്കം ഈ നഷ്ടപ്പെടും കേട്ടാ. കൊല്ലൂര് സ്ഥലം വിറ്റ അഡ്വാൻസാ ഈ ചാക്ക് സഞ്ചിയില്. ഇത് നിന്നൊന്ന് ഏൽപ്പിക്കാൻ വേണ്ടിട്ട് ഇന്ന് രാവിലെ മുതൽ ഈ കുറുക്കന്റെ കയ്യിൽ ആമേനെ കിട്ടും പോലെ കെട്ടിമറിയാ ഞാൻ. നീ പിടിച്ചേ. വേദനിക്കുന്ന ബിനാമിയുടെ ആത്മസംഘർഷം. എനിക്ക് കളി ശരി. എന്റെ ഉള്ളിലാ തീയെ ഭൂമി തീയെ. നീ എന്തിനാ രാവുണ്ണി പേടിക്കുന്നത്? നാട്ടിൽ നടപ്പുള്ള കച്ചവടമല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പാലോടനല്ലേ? അതെ, എന്താളിയാ? ആ പുഴക്കലെ പാടത്തെ 10 ഏക്കറിന് ടോക്കൺ അഡ്വാൻസ് കൊടുത്തില്ലേ? ആ 600 വടിയായി. ഒറ്റ മോനുള്ളത് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. അയാൾക്കാണെങ്കിൽ സ്ഥലം വെക്കാൻ ഒരു താല്പര്യമില്ല. നാളെ കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്യും. ഇനിയിപ്പോ എന്താ ചെയ്യാ? എപ്പോഴാ ശവോടൊക്കെ? ഇന്ന് 3 മണിക്ക്. നമുക്കിപ്പം അളയ വണ്ടി കയറ്, നമുക്ക് അങ്ങോട്ട് പോവാം. എന്താ പറഞ്ഞേ? അളയ വണ്ടി കയറ്. ദാസ, പോകുന്ന വഴിക്ക് ഒരു റീത്ത് വാങ്ങണം. ഓ, പുഴയ്ക്കല പ്രോജക്റ്റ് എന്റെ ഡ്രീം പ്രോജക്റ്റാ. അത് പോയിക്കൂടാ. മരണ വീട്ടിലിപ്പോ സ്ഥല കച്ചവടം ചെയ്യാൻ പോവാ. അതല്ല, അനുശോചനം അറിയിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒന്ന് മുട്ടി നോക്കാം. കച്ചവടം രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്. ഫിലോസഫി. ആ നിൽക്കുന്നവനാണ് അമേരിക്കയിൽ നിന്ന് വന്ന മോൻ. ആ മൊട്ടത്തലേന്ന്. ഡ്രിങ്ക്സ് ഞാൻ കൊടുത്തോളാം. ഒരു മോളെ കൂൾ ഡ്രിങ്ക്സ് വേണ്ട. ഡ്രിങ്ക്സ് ഇങ്ങോട്ട് ഞാൻ കൊടുത്തോളാം. അച്ചോ ഡ്രിങ്ക്സ്. Thank you so much for coming, uncle. ഇതൊന്ന് പിടിച്ചേ. എന്തിനത്? Bye. അച്ചായ, വിഷമിക്കരുത്. എല്ലാം ധൈര്യമായിട്ട് ഫേസ് ചെയ്യണം. സാധാരണ അയൽവാസികളാണ് ഈ മരണ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇതിപ്പോ ഡേവിഡിന് അയൽക്കാരുമായിട്ടൊന്നും വലിയ ബന്ധമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ. Thank you, Mr. വിൻസെന്റ് ബിസിനസ്സാണ്. വിൻസെന്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. Please come. Sit. മരിച്ചുപോയ തോമസ് ഏട്ടൻ എൻ്റെ അപ്പനെ പോലെയായിരുന്നു. അപ്പൻ്റെ പേര് തോമസ് എന്നല്ല, ജോസഫ് എന്നായിരുന്നു. അപ്പനെ പോലെ ആയിരുന്നുകൊണ്ട് അങ്ങനെ പേര് വിളിക്കില്ലായിരുന്നു. ഓക്കെ. അപ്പനുമായിട്ട് എന്തെങ്കിലും ഇടപാടുണ്ടായിരുന്നോ? ഏയ്, ഇങ്ങനെ ഒരു അവസരത്തിൽ പറയാൻ പാടില്ലാത്തതാണ്. ആ പുഴയ്ക്കൽ പാടത്തെ സ്ഥലം അപ്പനുമായി വാക്കാൽ കരാറിൽ ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുത്തിരുന്നു. എത്രയായിരുന്നു അഡ്വാൻസ്? ഏയ്, ടോക്കണായിട്ട് 1 ലക്ഷം രൂപ കൊടുത്തിരുന്നുള്ളൂ. ബാക്കി ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്ത് എല്ലാം എഗ്രിമെന്റ് ആക്കാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴാ അപ്പൻ. ഒരു മിനിറ്റ്, I'll just come. എന്താ? ചെക്ക് ആരുടെ പേരിലാണ് എഴുതണ്ടേ? ക്യാഷ് ചെക്ക് വേണോ? അയ്യോ, അതിനല്ല വന്നത്. ഇനി മിസ്റ്റർ ഡേവിഡ് ആണല്ലോ അവകാശി. അപ്പൊ എഗ്രിമെന്റ് ചെയ്യേണ്ടത് താങ്കളുമായിട്ടാണല്ലോ. അതിനെപ്പറ്റി സംസാരിക്കാൻ വന്നതാ. ക്യാഷ് ചെക്ക് എഴുതിയിട്ടുണ്ട്. സ്ഥലം വയ്ക്കാൻ താല്പര്യമില്ല. സാമാന്യ മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ അപ്പം മരിച്ച ദിവസം തന്നെ കച്ചവടത്തിന് വരില്ലായിരുന്നു. അയ്യോ, മിസ്റ്റർ ഡേവിഡ് തിരക്കുള്ള ആളായതുകൊണ്ട് നാളെ തിരിച്ചു പോകുമെന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കി. അത്രയേ ഉള്ളൂ. സോറി, വെരി സോറി. ഡേവിഡ്, ജസ്റ്റ് എ മിനിറ്റ്. പോര കത്തുമ്പോ വാഴ വെട്ടാൻ പോയാലേ ഇങ്ങനെ ഇരിക്കും. ഞാനപ്പോഴേ പറഞ്ഞതാ. ഇനിയിപ്പോ എന്തിനാ നിക്കണേ? ഇതൊന്ന് വലിച്ച് തീർത്തോട്ടളിയാ. പിന്നെ ഇറങ്ങുമ്പോ ഒരു ജസ്റ്റ് മിനിറ്റ് കേട്ടില്ലേ?
സ്വരം കേട്ടിട്ട് ആ പെമ്പറന്നേരാണ് ഡേവിഡിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്ന് വെറുതെ ഒരു തോന്നൽ. അയ്യോ അങ്ങനെ വെറുതെ തോന്നണ്ട, അയാളെ ഞാൻ തല്ലിട്ടഞ്ഞ് ഭാഗ്യം. ഇടയ്ക്ക് കണക്ക് പിഴക്കളിയാ, നമുക്ക് വേറെ വഴി നോക്കാം. വന്നേ. ശരി, മിസ്റ്റർ വിൻസെന്റ്, ജസ്റ്റ് മിനിറ്റ്. കേട്ടില്ലേ? ജസ്റ്റ് എ മിനിറ്റ്. ആക്ച്വലി ആ സ്ഥലം 10 ഏക്കറല്ല, 25 ഏക്കറുണ്ട്. മൊത്തമായിട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഐ എം റെഡി. മിസ്റ്റർ ഡേവിഡ്, അപ്പം മരിച്ച ദിവസം തന്നെ കച്ചവടത്തിന് വന്നത് സത്യത്തിൽ മര്യാദകേട് തന്നെയാണ്. പക്ഷേ ബിസിനസ് ഒരു യുദ്ധം പോലെയാണ്. തീരുമാനങ്ങൾക്ക് ചിലപ്പോൾ ജീവന്റെ വിലയാ. അത് കൃത്യസമയത്ത് എടുത്തേ പറ്റൂ. രാവണ്ണി, ആ സഞ്ചയം കൊടുത്തേക്കു. 25 ഏക്കർ ഒരുമിച്ച് നമുക്ക് താങ്ങുമോ? അത് നമുക്ക് മാനേജ് ചെയ്യാം. ഇത് 50 lakhs. നാളെ രാവിലെ വന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പം കുറച്ചുകൂടി അഡ്വാൻസ്. 4 മാസം കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ. ഓക്കെ, അഗ്രീഡ്. ഇതിൻ്റെ റെസിപ്റ്റ് വേണ്ടേ? വേണ്ട, ഐ ട്രസ്റ്റ് യു. താങ്ക് യു. വിൻസെന്റ്, നിന്നെ ഞാൻ സമ്മതിച്ചു വിട്രാ. നമസ്കാരം. നമസ്കാരം. ഉച്ച വരെ ഈ തുണിക്കടയില്, ഉച്ച കഴിഞ്ഞ ബസ് സർവീസിന്റെ ഓഫീസിലെ. അതാ പതിവ് ആൻഡോ പറഞ്ഞേ. അതാ പതിവ്. കാര്യം പറഞ്ഞോളൂ. അതായത് ഇക്കൊല്ലത്തെ ചെറക്കല്ലൂര് പൂരം കൂടുതലൊന്ന് പൊലിപ്പിച്ചാലോ എന്ന് കരുതുക. പൊലിപ്പിച്ചോളൂ. അതിനെന്താ? അല്ലല്ല, പഞ്ചവാദ്യത്തിനും ഗാനമേളക്കൊക്കെ സ്പോൺസർമാരായിണ്ട്. പിന്നെ ആനയുടെ കാര്യത്തിന് ആളായി വരുന്നേ ഉള്ളൂ. വെടിക്കെട്ടും ബാക്കിയുണ്ട്. വിൻസെന്റ് എന്നെ ഏതാ താല്പര്യം അതങ്ങടാവാം. ഇരിക്ക്. ആയിക്കോട്ടെ. ഈ ആനയും വെടിക്കെട്ടും ഒക്കെ എനിക്ക് പണ്ടേ പേടിയാ. സാധു മൃഗങ്ങളെ പേടിപ്പിക്കുക, വെടിക്കെട്ട് നടത്തി ആളെ കൊല്ലുക ഒരു ദൈവത്തിനും ഇഷ്ടമാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ചെറക്കല്ലൂർ പൂരത്തിന് എല്ലാ കൊല്ലവും ഒരു എമൗണ്ട് തരാറില്ലേ? അത് മുടങ്ങാതെ വാങ്ങിച്ചോളൂ. അതിന് പകരമായിട്ട് ഷോപ്പിന്റെ ഒരു ഫ്ലെക്സ് പൂരപ്പറമ്പിൽ വെക്കുകയും വേണം. അത് പിന്നെ പതിവാണല്ലോ. ഇക്കൊല്ലം മെയിൻ സ്പോൺസർ ആവുകയാണെങ്കിൽ കടയുടെ മാത്രമല്ല വിൻസെന്റ് ഏട്ടനെയും ഒരു അടിപൊളി ഫ്ലെക്സ് വെക്കാം. ഒരാശംസാ ഫ്ലെക്സ്. തിരുമാതേതരത്തും കൂടി ആവുമല്ലോ. കുറെ കാശുണ്ടാകുമ്പോൾ ആൾക്കാരെന്താ എന്നെ ബഹുമാനിക്കാത്തതെന്ന് വേവലാതിപ്പെട്ട് അതിനുവേണ്ടി കാശിറക്കുന്ന കുറെ വേദനിക്കുന്ന കോടീശ്വരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. എങ്കിൽ വിൻസെന്റിന് ആ വേവലാതി ഇല്ല. ഇല്ലല്ലേ? ഞാനേ പ്രാഞ്ചിയേട്ടനല്ല, എനിക്കൊരു പത്മശ്രീയും വേണ്ട. ആൻഡോ, പതിവ് കൊടുത്തരാം. പൂരപ്പറമ്പിൽ ഫ്ലെക്സ് നോക്കാൻ മറക്കണ്ട. ചേട്ടാ നടക്കുമല്ലേ? ഇനി ഇതൊന്ന് ട്രൈ ചെയ്തേ. ഫുട്ബോൾ പ്ലേസ് ഒക്കെ ചെയ്യുന്ന സ്ലോ വാക്ക് ആൻഡ് സ്ട്രെച്ച്. ഞാനാ? പിന്നല്ലത്. ആരെങ്കിലും കണ്ടാ എന്താ വിചാരിക്കടാ? അങ്ങനെ ചെയ്യപ്പാ. വെറുതെ നടന്നാലൊന്നും കൊളസ്ട്രോൾ പറയില്ല. മേലനങ്ങണം. നോക്കി, നമുക്ക് ലെഗ് സ്ട്രെച്ച് ചെയ്യാം. ഇതൊന്ന് ഹോൾഡ് ചെയ്യും. മറ്റേ കാൽ ഫുൾ ടൈം ആക്കി ലഞ്ചസ്. ഓടാ, ഉദ്ഘാടന ദിവസം ഇത്രയും മതി. പെട്ടെന്ന് പതിവില്ലാത്ത ചെയ്തു കഴിഞ്ഞാലേ ബോഡി ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. എന്ത് കൺഫ്യൂഷൻ? അപ്പൊ നിങ്ങൾ ഉത്തരവാദിത്വം ഇല്ലാണ്ടാവരുത്. ഉത്തരവാദിത്വം ആരായി പറയുന്നത്? അപ്പന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിലെങ്കിലും എനിക്ക് എത്ര ഉത്തരവാദിത്വം ഉണ്ട്. പിതൃസ്നേഹം കരകവിഞ്ഞൊഴുകുന്നുണ്ടല്ലോ. എന്താ ആവശ്യം? എന്താവശ്യം? അപ്പാ, എനിക്ക് അപ്പനോടുള്ള സ്നേഹം 916 ഗോൾഡ് ആയിരുന്നു. അപ്പൻ എന്തെങ്കിലും തിരിച്ചറിയും. വാല് വെക്കാതെ കാര്യം പറഞ്ഞിട്ട് പോടാ. ഇതിപ്പോ വിൻസെന്റ് സാർ അല്ലേ? അതെ. സാറിന്റെ ഷോപ്പിൽ ഞാൻ സ്ഥിരം കസ്റ്റമറാ. ആണോ? ഹാ. എന്ത് ചെയ്യുന്നു? ഞാൻ ടീച്ചറാ. സാറിന്റെ മക്കളൊക്കെ ഏത് സ്കൂളിലാ? മക്കള് ഈ ദേവമാത നല്ല സ്കൂളാ. റെസ്റ്റ് എടുത്താ മതി. വന്നേ. സാറിന്റെ ബ്രദറാണോ? സാറിന്റെ 4 മക്കളിൽ 3ാമത്തെ മകനാ. മൂത്ത മോക്ക് 2 പേരക്കുട്ടികളുണ്ട്. ഏർലി മാരേജാ. ഓ, ഹാവ് എ ഗുഡ് ഡേ. ഏർലി മാരേജ്. വന്നേ. നിനക്കെന്താ ഒരു കുശുമ്പ്? പിന്നെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ അടുത്ത് വന്നിരിക്കുമ്പോൾ നിന്റെ അമ്മച്ചിയെ മിസ് ചെയ്യാറുണ്ടെന്നുള്ള നേരാ. പക്ഷെ അവള് മരിച്ചിട്ട് 24 കൊല്ലം കഴിഞ്ഞിട്ടും നിന്റെ അപ്പം വേറെ കെട്ടാതിരുന്നതേ നല്ല വിൽ പവർ ഉള്ളതുകൊണ്ടാണ്. അതിപ്പോ ഒരു പെൺകുട്ടി ചിരിച്ചു കാണിച്ചാൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നിട്ടാണ് ഈ വയർ ഉള്ളിലേക്ക് കുടിച്ച് ശ്വാസം വിടാതിരുന്നത്. എപ്പോ? ഞാൻ കണ്ടു. നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ മറിയാമ്മേടാ. നിന്റെ കൂടെ സ്കൂളിൽ പഠിച്ച TC മറിയാമ്മ. നീ ഇപ്പോഴും നല്ല സിമിട്ടനായിട്ട് നടക്കുന്നു. ഞാനാണെങ്കിൽ 100,000 സൂക്കേടും കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുവാ. കാലിന് എന്ത് പറ്റി? അത് പ്രായത്തിന്റെ തന്നെ, അല്ലാണ്ടെന്താ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കൂടെ പഠിച്ചവരെയൊക്കെ കാണാറുണ്ടോ? ചിലരൊക്കെ ബാക്കിയുണ്ട്. സെബാസ്റ്റ്യൻ കഴിഞ്ഞൊല്ലം മരിച്ചു. ഏത്? നമ്മുടെ പോലീസുകാരന്റെ മോൻ സെബാസ്റ്റ്യനോ? അത് തന്നെ. എങ്ങനെ? പ്രായമായ പിന്നെ ആളുകൾ മരിക്കൂലേ?
രാജപ്പനും ക്ലാരമ്മയും മരിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞ് അടുത്തത് ഞാനാണോ നീയാണോ എന്ന് ആർക്കറിയാം. സ്വന്തം കാര്യം പറഞ്ഞാൽ മതി കേട്ടാ. അപ്പൊ ശരി, അയ്യോ അതെന്ത് പോകാടാ, നമുക്ക് ഇത് വർത്താനൊക്കെ എനിക്ക് പറഞ്ഞിരിക്കാം. കുറച്ച് ധൃതിയുണ്ട്. എന്നാ ഞാൻ വീട്ടിലോട്ട് വരാം. ഞാനൊരു ടൂർ പോവാ, 6 മാസം കഴിഞ്ഞേ വരും. ബൈ. വലിയ ചിരി വേണ്ട കേട്ടോ. അപ്പൊ ഈ ക്ലാസ്മെന്നെ കണ്ടപ്പോ അപ്പൻ അമ്മച്ചെ മിസ് ആവുന്നില്ലേ? അതേടാ, മിസ്സാവുന്നുണ്ട്. നിന്റെ അമ്മച്ചിയല്ലേ എന്റെ അമ്മച്ചിയെ. അപ്പാ, ആ, ഇന്നാൾ അപ്പൻ എൻ്റെ കൂടെ കണ്ടപ്പോ എൻ്റെ ഒരു ഫ്രണ്ടും ആ പെൺകുട്ടി വെച്ച് അതേ ചോദ്യം ചോദിച്ചു. എന്ത് ചോദ്യം? ബ്രദേഴ്സ് ആണോന്ന്. സത്യത്തിൽ അങ്ങനെയല്ലേ തോന്നൂ. അപ്പൻ എവർഗ്രീൻ ഹീറോ അല്ലേ അപ്പാ? മോനെ ജോമോനെ, കം ടു ദ പോയിന്റ്. അല്ല, ഞാൻ ഈ പെട്രോളിന്റെ വിലേനെ പറ്റി ഓർക്കായിരുന്നു. ഈ എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ ഓടുന്നതുകൊണ്ട് ഒരു ദിവസം കാറിൽ എത്ര കൂടെ പെട്രോൾ അടിക്കുന്നു. ഓ, അപ്പന്റെ കാശ് കളയുന്നതിന്റെ ദണ്ണം. ബസ്സിലോ നടന്നോ പോയാ പോരെ? അതല്ല, ഒരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ ചെറിയ ഓട്ടത്തിനൊക്കെ അത് മതിയായിരുന്നു. ബൈക്കോ? ബൈക്കൊന്നും വേണ്ട, അതൊക്കെ റിസ്കാ. അല്ല, ഈ പെട്രോളിന്റെ വില അത് ഞാൻ സഹിച്ചു. ഏതായാലും ബൈക്ക് വേണ്ട. ഇങ്ങോട്ട് മേഡം ചേട്ടാ. അങ്ങനെ ഇപ്പൊ നീ തൂങ്ങണ്ട, സേട്ടൻ തൂങ്ങിക്കോളാം കേട്ടോ. കോയിരാള എന്റെ അമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ. എങ്കിൽ ഷർട്ട് അവള് തേച്ചു തരുമായിരുന്നു, അല്ലാണ്ട് എന്താ. അതല്ല, ഒരു ബൈക്കിന് അപ്പനോട് ഇങ്ങനെ കെഞ്ചേണ്ടി വരില്ലായിരുന്നു. നീ അത് ഇനിയും വിട്ടില്ലേ? ഞാനത് അപ്പോഴേ വിട്ടു. എന്റെ പഠിത്തം കഴിഞ്ഞ് ഞാനൊരു നല്ല നിലയിലായ പിന്നെ അപ്പം കൊതിക്കും. എന്ത് കൊതിക്കും? എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് എന്റെ മോൻ അപ്പൻ്റെ അടുത്തൊന്നും കെഞ്ചിയിരുന്നെങ്കിലോ എന്ന് അപ്പം കൊതിക്കും. അതിനുള്ള യോഗം എനിക്കുണ്ടാവും തോന്നുന്നില്ലടാ. എടാ, ബൈക്ക് ഡേഞ്ചറാടാ. ശരി, ഇനി അതില്ലാഞ്ഞിട്ട് വേണ്ട. ഹെൽമെറ്റ് ഒക്കെ വെച്ച് സൂക്ഷിച്ചോടിക്കണം. താങ്ക് യു അപ്പാ. അതൊക്കെ നമ്മുടെ പാലക്കര സണ്ണിയില്ലേ, ബൈക്കിന്റെ ഒക്കെ ഡീലർ, അവിടെ പോയി മേടിച്ചു. എന്താ കാശ്? കാശ് നിന്റെ തരില്ല. ബില്ല് ഓഫീസിലേക്ക് കൊടുത്തേക്കാൻ പറഞ്ഞാൽ മതി. സണ്ണിയെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. എന്താ, അത് പോരെ? അത് മതി, അത് മതി. ആ. അതാവുമ്പോ നല്ല ബ്രാൻഡും ഉണ്ടാവും. അപ്പാ, എന്താടാ? അപ്പനാണപ്പാ ലോകത്തിലെ ഏറ്റവും നല്ല അപ്പൻ. പോടാ കഴുതേ. 25,000 പ്ലസ് 30,000 പ്ലസ്. ജോർജേ, ഇപ്പൊ ഒരു ബൈക്കിനൊക്കെ എന്ത് വില വരും? സാധാരണ ഒരു ബൈക്ക് വെച്ചെങ്കിൽ 60-70 ആ റേഞ്ചിൽ വരും. ഇനിയിപ്പോ ബുള്ളറ്റ് വെച്ചെങ്കിൽ 1.5 ലക്ഷത്തിന്റെ മേലെയാവും. അയ്യോ, ഇനി അവൻ പോയിട്ട് ബുള്ളറ്റ് എങ്ങനെ വാങ്ങിക്കൊണ്ട് വരുമോ? സാറ് ഈ ലോകത്തൊന്നല്ലേ ജീവിക്കണത്. ഇതാ പാലക്കലെ സണ്ണി സാറിന്റെ ഓഫീസിൽ തന്ന ബില്ല. ഒരു ബൈക്കിന് 18 ലക്ഷം രൂപയോ? എങ്ങനെയുണ്ടപ്പാ? സൂപ്പർ അല്ലേ? പിന്നെ അപ്പന്റെ മാതിരി ഞാൻ നമ്പർ പ്ലേറ്റ് ഒന്നും കാശുകളില്ല കേട്ടോ. നമ്പറിന് നീ ഉള്ളപ്പോ എന്തിനാടാ വേറെ നമ്പർ? ആരോട് ചോദിച്ചിട്ടാടാ നീ 18 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിച്ചത്? അപ്പൻ അങ്ങനെ മാത്രം പറയരുത്. അപ്പനോട് ഞാൻ പറഞ്ഞതല്ലേ നല്ല തന്നെ നോക്കി വാങ്ങാമെന്ന്. നല്ലതെന്ന് പറഞ്ഞാൽ 18 ലക്ഷം രൂപയുടെ ബൈക്കാണോ? അപ്പാ, അപ്പൻ ഏത് പാതിരാക്കും പറയാറുള്ളതല്ലേ അന്തസ് വേണോടാ അന്തസ്ന്ന്. അപ്പൊ മെഴ്സറീസ് ബെൻസ് ഓടിക്കുന്ന അന്തസ്സിനല്ലേ. ആ അപ്പന്റെ മോൻ സാധാ ബൈക്ക് ഓടിച്ചാ അപ്പന്റെ അന്തസ്സല്ലേ ഇല്ലാണ്ടാവണേ. അപ്പന്റെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. എന്നെ നിർബന്ധിക്കരുത്. വെരി സോറി. 18 ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങിയ സ്ഥിതിക്ക് ഇവന്റെ കാർ ഞാൻ എടുത്തോളാപ്പാ. എന്നാലേ അന്തസ് ബാലൻസ് ആവും. സ്വത്ത് ഭാഗം വെക്കുമ്പോ ഈ കിടക്കുന്ന അന്തസ്സിന്റെ വില കുറച്ച് കൊടുത്താൽ മതി കേട്ടാ. നിന്നെ കെട്ടിക്കുമ്പോഴും എന്റെ അപ്പൻ അന്തസ്സിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇനി എന്നെ കെട്ടിക്കുമ്പോ അപ്പൻ അതിനേക്കാൾ അന്തസ് തിരിച്ചു പിടിക്കുകയും ചെയ്യും. അല്ലപ്പാ? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ഐശ്വര്യങ്ങളും വാരി കോരി തരുമ്പോ കണ്ണ് തട്ടാതിരിക്കാൻ ഇങ്ങനെ ഒരു കോടാലിയും കൂടെ ദൈവം തരും. നിന്റെ കാളകളി ഇന്നത്തോടെ ഞാൻ നിർത്തും. ഇനി നിന്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കും. നീ അനുസരിക്കും. മനസ്സിലായോ? ഓ. നാളെ മുതൽ ബസ് സർവീസിന്റെ ചുമതല നിനക്കാ.
ഓഫീസിൽ പോയി അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണം. രാത്രിയിൽ എല്ലാ ബസിന്റെയും കണക്കുകളും കളക്ഷനും എന്നെ നേരിട്ട് ഏൽപ്പിച്ച് ബോധിപ്പിച്ചിട്ടേ നിന്നെ ഞാൻ ഉറക്കൂ. മനസ്സിലായടാ കഴുതേ? അല്ലപ്പാ എന്റെ എക്സാം അതിന്റെ കുറെ പ്രിപ്പറേഷൻസ്. എന്ത് പറഞ്ഞാലും ഇവന്റെ ഒരു പ്രിപ്പറേഷൻ. നിന്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് കുറെ കാലായില്ലടാ. ഇനി അപ്പം പറയുന്നത് കേക്ക്. ശരി അളിയാ. അപ്പാ സ്റ്റിൽ ഐ ലവ് യു. ചേച്ചി ഒന്ന് ഗ്യാപ്പ് കൊടുത്തേക്ക്. കയറി വാ മോളെ വേഗം. അവിടെ നിൽക്കട്ടെ. കൊച്ചു മുതലാളി ഒന്നിരിക്കുന്നേ മുതലാളി വന്നാൽ കണ്ടില്ല നിങ്ങള്. അയ്യോ മുതലാളി എന്താ ഇതില്? എന്നെ മുതലാളി എന്ന് വിളിക്കാം. ഐ എം എ സോഷ്യലിസ്റ്റ്. ജോമോൻ ടി വിൻസെന്റ്, ഈ വിൻസെന്റ് മോട്ടേഴ്സിന്റെ. അതാ പോയി ജോലി ചെയ്തോളൂ. ആയിക്കോട്ടെ. ബെല്ലൊക്കെ കാണിച്ചോളാം. സിമ്പിളാ. ചേട്ടൻ നാളെ ഉണ്ടാവോ? ഇനി അങ്ങോട്ട് ഡെയിലി ഉണ്ടാവും. എന്താ കുട്ടിയുടെ പേര്? ആതിര. പേരെന്താന്ന് പറഞ്ഞു? ജോമോൻ ടി വിൻസെന്റ്. സ്പെക്സ് കൊള്ളാം. ചേട്ടൻ നല്ല സ്മാർട്ട് ആണല്ലോ. താങ്ക് യു. സോറി. ഹായ്. ഹായ്. ബൈ സമിജ. ഇംഗ്ലീഷിലാ കാണാം. നാളെ കാണാം. അപ്പൊ ഓക്കെ. ബൈ. ടാറ്റാ. ബൈ. ബൈ. ചേട്ടാ ഇങ്ങോട്ട് വരൂ. ഞാൻ ചെയ്യാന്ന് വേണ്ടില്ലായിരുന്നു. കുറെ കാലം കൂടിയിട്ടുള്ള ആഗ്രഹം. ആണോ? ഞാൻ ചെയ്തോളാം. പൈസ തന്നെ. ചേട്ടൻ സോറി സോറി. താങ്ക് യു. നൈസ് ഡാ. ചേട്ടാ ഒരു സെൽഫി എടുത്തോട്ടെ. ചേട്ടാ ഒന്ന് പതുക്കെ ബ്രേക്ക് ഔട്ട് ചേട്ടാ. നീ ചോദിച്ചു നോക്കൂ. എനിക്ക് ആ നമ്പർ ഒന്ന് തരുമോ? അതിനിപ്പോ എന്താ? എന്നാ കൊട. മഴയും വെയിലൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനു സാറേ കൊടാ? എടോ കാശ് കൊടയിൽക്കിടാൻ എവിടെയൊക്കെ ക്യാമറ വെച്ചെന്ന് യാതൊരു പിടിയില്ല. കൈക്കൂലി കൊടുക്കാൻ അറിയാത്ത പൊട്ടൻ. ഇതാണ് തൻ്റെ പീഡിയയുടെ ലൈസൻസ്. ഇനി താൻ എന്നെയും കണ്ടിട്ടില്ല, ഞാൻ തന്നെയും കണ്ടിട്ടില്ല. ഇതാരാ ഓടിക്കുന്നത്? ഹാൻഡ് ഫ്രീ. ഇറങ്ങി പോടാ. എന്താ എന്റെ പേര്? ജോമോൻ എന്നാണ് സാർ. വിൻസെന്റ് മോട്ടോഴ്സ്. നീയാ ഡ്രൈവർ? ഡ്രൈവർ ആകത്തിന് സാർ. ആ നിൽപ്പ് കണ്ട എന്തൊരു പാവാ. അകത്ത് കിടക്കണ്ട വകുപ്പാ. ഹെവി ലൈസൻസ് ഇല്ലാണ്ടല്ലേ വണ്ടി ഓടിച്ചത്. ഈ പാവ ഒരു മേയറായത് നിന്റെ ഭാഗ്യം. ആ കെയർ ഓഫിൽ നല്ല കളി കളിച്ചിട്ടാ ഈ കേസിൽ പെടാതെ ഊരിയത്. ഇത് വേറെ ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ മിനിമം 1 ലക്ഷം രൂപയെങ്കിലും എണ്ണാമായിരുന്നു എന്റെ മിഷനിൽ, ഇല്ലേ? അതേന്നേ.
ഈ കുരുത്തം കെട്ടവനെ കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതളിയാ? ഞാനിപ്പോ എന്താ പറയണ്ട എന്റെ അളിയ? എന്റെ അങ്കിളെ ബസ് ഓടിച്ചെന്ന് രക്ഷപ്പെട്ടു എന്ന് വെക്കാം. അപ്പന്റെ ഇത് കണ്ട ആ ബസ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഇവന്റെ കൂടെ നിന്ന് സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരാളല്ല, വേറെ 3-4 പെൺപിള്ളേർ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ദേ നോക്കിയേ, വിത്ത് മൈ ക്യൂട്ട് ഫ്രണ്ട് ജോമോൻ. ഷോ, ഈ ഫാൻസിനെ കൊണ്ട് തോറ്റു. നോട്ട് കണ്ട, ഇതിന്റെ ഇടയിൽ അവന് ഫാൻസിന്റെ കാര്യം നോക്കാനാ തിരക്ക്. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം ഇങ്ങോട്ട് പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങടും ഇങ്ങടും ഇട്ടങ്ങോട്ട് ഒരിക്കാം. അതിനിവിടെ തേക്കാത്ത ചുമരുണ്ടോ? എന്റെ ദൈവമേ, ഈ ജാതി ബുദ്ധിയില്ലാത്ത പെങ്ങളെയാണല്ലോ നീ എന്റെ തലയിൽ കെട്ടിവെച്ചത്. പെങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇവനെ എന്താ ചെയ്യേണ്ടതെന്ന് അളിയനൊന്ന് പറ. അത് വേറൊന്നുമല്ല, ദൈവഭയം ഇല്ലാത്തോണ്ടാ അവനിങ്ങനെ തലതിരിഞ്ഞു പോണത്. കറക്റ്റാ. നീ എത്ര കാലമായി പള്ളിയിൽ പോയിട്ട്? അപ്പം മറന്നുപോയോ? കഴിഞ്ഞ ക്രിസ്മസ് നമ്മൾ ഒന്നിച്ചല്ലേ പള്ളിയിൽ പോയത്? കഴിഞ്ഞ ക്രിസ്മസാ? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കൊല്ലം 1 ഇത് പുതിയ ക്രിസ്മസാ. ശരിയാ. ഒരു കാര്യം ഞാൻ പറയാം, ഇനി മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചയും ഇവരുടെ കൂടെ നീ പള്ളിയിൽ പോണം. നന്നായി ഒന്ന് കുമ്പസരിച്ചിട്ട് പാപങ്ങളൊക്കെ കഴുകി കളഞ്ഞിട്ട് എന്റെ മുന്നിൽ വന്ന് നിന്നാ മതി. അപ്പാ മിണ്ടി പോകരുത്. എന്ത് പോക്കൃത്തരം കാണിച്ചാലും അവസാനം അവന്റെ ഒരു നമ്പർ സ്റ്റിൽ ഐ ലവ് യു അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. മനസ്സിലായ? നീ ആദ്യം പള്ളിയിൽ പോ. നല്ല ബുദ്ധി തോന്നിക്കണമെന്ന് കർത്താവിന്റെ അടുത്ത് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കടം മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ യാചകണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. ആമേൻ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്താണെന്നറിയില്ല, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പാപങ്ങളെ കഴുകി വൃത്തിയായി ഒരു പുതിയ മനുഷ്യനായി. തോന്നില്ലേ? വാ പോ. പുതിയ മനുഷ്യൻ. ദൈവം ഇത്ര സ്നേഹനിധിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സ്പിരിച്വാലിറ്റിയിലേക്ക് നേരത്തെ വരേണ്ടതായിരുന്നു. ക്രിസ്തുദേവൻ എന്നൊരു കാന്തം പോലെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാന്തത്തിന്റെ പേര് കാതറിൻ ആണോ? ആ. ഡാ, നീ കൊത്താൻ നോക്കുന്നതേ ഒരു വമ്പൻ സ്രാവിന്റെ കുഞ്ഞിനെയാ. വമ്പൻ സ്രാവ്? ദുബായിലൊക്കെ ബിസിനസ് ഉള്ള നാൻസി കുര്യനില്ലേ, അവരുടെ ഒറ്റ മോളാ ഈ കാതറിൻ. ശരിക്കും? കാതറിൻ സംഗതി ലോക ലോട്ടറിയാ. ഇതെങ്ങാനും നടന്ന ഞാൻ എന്റെ എല്ലാ അഴിമതിയും ബിസിനസ്സും കെട്ടിപ്പൂട്ടി വെച്ച് നിന്റെ മാനേജറായിട്ട് കൂടും. നാൻസി മേഡത്തിന്റെ ഒറ്റ മോളായതുകൊണ്ട് സ്വത്തും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. നോട്ടെണ്ണം മിഷനൊരു പണിയായി. സ്വത്തിനെ പറ്റി മാത്രം പറഞ്ഞ കുട്ടിയുടെ ഒരു വാല്യൂ കളയില്ലേ? എന്നാ ഒരു കാര്യം ചെയ്യാം, നല്ല മാലാക പോലൊരു പെൺകൊച്ചിനെ ഏതെങ്കിലും ഓർഫനേജിൽ നിന്ന് ഞാൻ തപ്പിയെടുത്ത് കൊണ്ടുവരാം. മതിയോ? അങ്ങനെയല്ല, എന്നാലും അതിന് ആ കുട്ടിക്ക് ഇവനോടും തോന്നണ്ടേ? സാധാരണ പെൺകുട്ടികളെ കാണുമ്പോൾ ഇവന്റെ ഒരു ബാറ്ററി ചാർജിങ് ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ ഏൽക്കാൻ പോണില്ല. കൃത്യമായ പ്ലാനിങ് വേണം. തൃശ്ശൂർ ഉള്ളപ്പോ നമ്മുടെ നിമ്മി ചേച്ചിയുടെ ബ്യൂട്ടി പാർലറിലാ കുട്ടി പോവാറുള്ളത്, ലാ ഫെമില്.